ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു എക്സലന്റ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്കായിട്ട് അവരുടെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അലോങ് ദി കോസ്റ്റ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ജോഗ്രഫി പാർട്ടിലെ അവസാനത്തെ ചാപ്റ്ററാണ് അലോങ് ദി കോസ്റ്റ്. നമുക്കറിയാം, നമ്മുടെ ഈ 9th സ്റ്റാൻഡേർഡ് നമ്മൾ പഠിക്കാൻ തുടങ്ങിയത് മുതൽ നമ്മുടെ ജോഗ്രഫിയിൽ നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്? ഇന്ത്യൻ ഭൂപ്രകൃതിയെ കുറിച്ചിട്ടാണ്, ഇന്ത്യൻ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഓരോ ചാപ്റ്ററും പഠിച്ചത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അലോങ് ദി കോസ്റ്റ്, തീരപ്രദേശങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത് ഈ ചാപ്റ്ററിലൂടെ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞേ, നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതി, ഇന്ത്യയുടെ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസിനെ നമ്മൾ 5 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ 5 ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ്, അല്ലെങ്കിൽ നമ്മുടെ 5 ഭൂപ്രകൃതികൾ ഏതൊക്കെയാണ് ഇന്ത്യയിലുള്ള? നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചത് എന്തായിരുന്നു? നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ അല്ലേ, ഉത്തര പർവ്വത മേഖല. അത് ഒരു ടൈപ്പ് ഓഫ് ഭൂപ്രകൃതിയാണ്. അതുപോലെ നമുക്ക് പ്ലാറ്റ്യൂസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഉണ്ട്, ഡെസേർട്സ് ഉണ്ട്. അതിൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ അവസാനത്തെ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ആണ് കോസ്റ്റൽ റീജിയൻ. അപ്പോൾ കോസ്റ്റൽ മൊത്തം നമുക്ക് ശരിക്കും 6 പറയാം. കോസ്റ്റൽ റീജിയൻസ് വേറെ, ഐലൻഡ്സ് വേറെ എന്ന് പറയാം. അപ്പോൾ കോസ്റ്റൽ റീജിയൻസിനെ കുറിച്ചിട്ടും ഐലൻഡ്സിനെ കുറിച്ചിട്ടും ദ്വീപുകളെ കുറിച്ചിട്ടും ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ. The coastal plain of India is densely populated due to the abundant factors suitable for settlement. Write down these factors. നമ്മുടെ കോസ്റ്റൽ പ്ലെയിനിൽ, നമ്മുടെ തീരപ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ താമസിക്കുന്നത് ഇങ്ങനത്തെ പ്ലേസസിലാണ്, കോസ്റ്റൽ പ്ലെയിൻസിലാണ്. എന്തുകൊണ്ടായിരിക്കും കോസ്റ്റൽ പ്ലെയിൻസിൽ കൂടുതൽ ആളുകൾ താമസിക്കാൻ അല്ലെങ്കിൽ പോപ്പുലേഷൻ അവിടെ കൂടാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ, അതിന്റെ മെയിൻ ഘടകങ്ങൾ 3 ഫാക്ടേഴ്സ് നമുക്ക് പറയാൻ പറ്റും. അത് 3 ഫസ്റ്റ് വൺ എന്താണ്? പ്ലെയിൻ ലാൻഡ് ആണ്. ആ പ്രദേശം, കോസ്റ്റൽ റീജിയൻ എന്ന് പറയുമ്പം അതൊരു പ്ലെയിൻ റീജിയൻ ആണ് അല്ലേ, സമതലമായിട്ടുള്ള പ്രദേശമാണ്. അതൊരു കാരണമാണ്. അതുപോലെ തന്നെ ഫേവറബിൾ ക്ലൈമറ്റ് ആണ്. നമുക്കിപ്പോൾ താമസിക്കാനൊക്കെ താമസിക്കാനാണെങ്കിലും അതുപോലെ കൃഷിക്കാണെങ്കിലും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ക്ലൈമറ്റ് എവിടെയുണ്ട്? കോസ്റ്റൽ റീജിയൻസിലുണ്ട്. അതുപോലെ അവൈലബിലിറ്റി ഓഫ് വാട്ടറും നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. വെള്ളവും നമുക്ക് ഈ ഭാഗങ്ങളിൽ ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ 3 ഫാക്ടേഴ്സ് കൊണ്ടാണ് കോസ്റ്റൽ റീജിയനിൽ കൂടുതൽ ആളുകൾ താമസിക്കാൻ കാരണം, അല്ലെങ്കിൽ പോപ്പുലേഷൻ ആ ഭാഗങ്ങളിൽ കൂടാനുള്ള കാരണം. ഓക്കെ, ഏതൊക്കെയാണ്? പ്ലെയിൻ ലാൻഡ്, ഫേവറബിൾ ക്ലൈമറ്റ്, അവൈലബിലിറ്റി ഓഫ് വാട്ടർ. പിന്നെ നമ്മുടെ ഈ ഫിസിയോഗ്രഫിക് ക്യാരക്ടറൈസ്ഡിൽ നമ്മൾ ലൊക്കേഷന്റെ ബേസിൽ കോസ്റ്റൽ പ്ലെയിൻസ്, ഇന്ത്യയിലുള്ള കോസ്റ്റൽ പ്ലെയിൻസിനെ നമ്മൾ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനും അതുപോലെ ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. On the basis of location and physiographic characteristics, the coastal plains of India can be divided into 2. ഏതൊക്കെയാണ്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആണ്. ഓക്കെ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ആൻഡ് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഈ ഒരു മാപ്പിൻ്റെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ വെസ്റ്റ് ഭാഗം, നമ്മുടെ ഇന്ത്യയുടെ സൗതേൺ ഭാഗത്തുള്ള ഒരു മാപ്പാണ് കാണിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് വെസ്റ്റ് ഭാഗത്താണ് നമ്മുടെ കേരളം ഉള്ളത് അല്ലേ. അപ്പം നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിന് നമ്മുടെ വെസ്റ്റേൺ ഭാഗത്തും ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ നിൽക്കുന്നത് നമ്മുടെ ഈസ്റ്റേൺ, ഇന്ത്യയുടെ സൗത്ത് ഈസ്റ്റ് പാർട്ടിലുമാണ്. ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റൽ പ്ലെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ കുറിച്ചിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് വൺ, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. നമ്മളോട് ചോദിക്കാൻ, ഈ ഭാഗത്തു നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്, വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന്റെ സവിശേഷതകൾ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? നോക്കിക്കോ. ഇറ്റ് ഈസ് എ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ലൈങ് ബിറ്റ്വീൻ ദ പെനിൻസുലാർ പ്ലാറ്റ്യൂ ആൻഡ് അറേബ്യൻ സീ. നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള ഒരു ഭാഗമാണ്. അത്ര വീതിയുള്ള പാർട്ടല്ല, ഒരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ്. ഇതിന്റെ ഇടയിലാണ് ഈ ലാൻഡ് ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അറബിക്കടലിന്റെയും അതുപോലെ പെനിൻസുലാർ പ്ലാറ്റ്യൂവിന്റെയും ഇടയിലുള്ള ഒരു പ്ലേസ് ഓഫ് ഏരിയ ആണ് ഏത്? വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഇറ്റ് ഈസ് എ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ലൈങ് ബിറ്റ്വീൻ ദി പെനിൻസുലാർ പ്ലാറ്റ്യൂ ആൻഡ് ദി അറേബ്യൻ സീ. ഇത് എവിടെ മുതൽ എവിടെ വരെയാണ് ഇത് സ്ട്രെച്ച് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്ട്രെച്ചിങ് ഫ്രം കച്ച് ഇൻ ഗുജറാത്ത് ടു കന്യാകുമാരി. ഓക്കെ, എവിടെ മുതൽ? നമ്മുടെ റാൺ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി, സൗത്തിലുള്ള കന്യാകുമാരി വരെ
ഉള്ള പ്രദേശമാണ് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ഇറ്റ് ഈസ് സ്ട്രെച്ചിങ് ഫ്രം റാൺ ഓഫ് കച്ച് ഇൻ ഗുജറാത്ത് ടു കന്യാകുമാരി. അതിന്റെ ലെങ്ത് എത്രയാണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. 1840 കിലോമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത്. അതുപോലെ വിഡ്ത്ത് വരുന്നത് 10 മുതൽ 15 കിലോമീറ്റർ വരെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവാൻ പറ്റും ലെങ്ത് അത്യാവശ്യം ഉണ്ട് അല്ലെ. 1840 കിലോമീറ്റർ ലെങ്ത് ഉണ്ട്, പക്ഷെ വിഡ്ത്ത് എത്ര മാത്രമേ ഉള്ളൂ? it is only 10 to 15 kilometers. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതൊരു നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ് അല്ലെ. അതുപോലെ it is a submerged coast. The backwaters, which are also called കായൽസ് found along the coast of the western coastal plain. നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ അല്ലെങ്കിൽ കോസ്റ്റൽ റീജിയൻസിൽ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ബാക്ക് വാട്ടേഴ്സ് കുറെ അധികം കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കായലുകൾ അല്ലെ. നമ്മുടെ കായലുകൾ കൂടുതൽ ആയിട്ട് കാണാൻ പറ്റുന്ന തീരപ്രദേശമാണ് നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ കായൽസിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ബാക്ക് വാട്ടേഴ്സ്. ഓക്കെ. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് എ നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ലൈങ് ബിറ്റ്വീൻ ദ പെനീൻസുല പ്ലാറ്റോ ആൻഡ് അറേബ്യൻ സീ. ഇറ്റ് ഈസ് സ്ട്രെച്ചിങ് ഫ്രം കച്ച് ടു ഗുജറാത്ത് ഇൻ കന്യാകുമാരി. അതിന്റെ ലെങ്ത് എത്രയാണ്? 1840 കിലോമീറ്റർ. അതുപോലെ വിഡ്ത്ത് വരുന്നത് 10 to 15 കിലോമീറ്റേഴ്സ് ആണ്. ഇതൊരു സബ്മേർജ്ഡ് കോസ്റ്റ് ആണ്. അതുപോലെ ദ ബാക്ക് വാട്ടേഴ്സ് വിച്ച് ആർ ഓൾസോ കോൾഡ് ആസ് കായൽ, ഈ ഭാഗങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന്റെ സവിശേഷതകൾ വരുന്നത്. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിന്റെ സവിശേഷതകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അറിയേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻ ക്യാൻ ബി മെയിൻലി ഡിവൈഡഡ് ഇൻ ടു 3. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ നമ്മൾ മൂന്നാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ് ആൻഡ് മലബാർ കോസ്റ്റ്. ഏതൊക്കെയാണ്? ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ് ആൻഡ് മലബാർ കോസ്റ്റ് ആണ്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഗുജറാത്തിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗുജറാത്തിലെ ഏത് പ്ലേസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? റാൺ ഓഫ് കച്ചിൽ നിന്ന് അല്ലെ. എവിടെ അവസാനിക്കുന്നത്? കന്യാകുമാരിയിലാണ്. ഓക്കെ. അപ്പോൾ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെ മൂന്നാക്കി ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എവിടെയാണ്? ഗുജറാത്ത്, കൊങ്കൺ ആൻഡ് മലബാർ. ഇനി ഇതിന്റെ ഓരോന്നിന്റെയും ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനിന്റെ സവിശേഷതകൾ നമ്മൾ പഠിക്കണം, കൊങ്കണിന്റെ പഠിക്കണം, അതുപോലെ മലബാറിന്റെയും പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാം. നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കി തന്നെ പഠിക്കാൻ നോക്കാം. ഓക്കെ. ഇനി ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ. Gujarat coastal plain, it includes the marshland, Rann of Kutch, the coastal areas of Kutch and Saurashtra region, Union territories of Daman and Diu and Dadra Nagar Haveli. അപ്പോൾ ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനിന്റെ ഫസ്റ്റ് ഫീച്ചർ ചോദിക്കുകയാണെങ്കിൽ ഈ ഭാഗങ്ങളിൽ നമുക്ക് നല്ല രീതിയിലുള്ള മാർഷ് ലാൻഡ്സ് കാണാൻ പറ്റുന്നുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ നിൽക്കുന്ന അല്ലെ തണ്ണീർത്തടങ്ങൾ പോലത്തെ ലാൻഡ്സ് കാണാൻ പറ്റുന്നുണ്ട്. അതിലൊന്നാണ് റാൺ ഓഫ് കച്ച്, മാർഷ്ലാൻഡ്, റാൺ ഓഫ് കച്ച്, ദ കോസ്റ്റൽ ഏരിയാസ് ഓഫ് കച്ച്, സൗരാഷ്ട്ര റീജിയൻ. അതുപോലെ യൂണിയൻ ടെറിട്ടറീസും ഈ ഭാഗത്ത് കാണുന്നുണ്ട്. ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനിലുള്ള യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണ്? ദമാൻ ആൻഡ് ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി. എന്താണ് യൂണിയൻ ടെറിട്ടറി എന്ന് പറഞ്ഞാൽ? കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് അല്ലേ. നമുക്ക് അറിയാം നമ്മുടെ കേരളമൊക്കെ എന്താണ്? സംസ്ഥാനങ്ങളാണ്. അവിടെ ഇന്ന് പ്രത്യേക അവിടെ ഒരു പാർട്ടി ഉണ്ടാവും, അവിടെ നമുക്കായിട്ട് ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും അല്ലെ, മുഖ്യമന്ത്രി ഉണ്ടാവും, അങ്ങനെ. പക്ഷെ ഈ യൂണിയൻ ടെറിട്ടറീസിൽ മെയിൻലി കേന്ദ്രഭരണ പ്രദേശത്ത് കേന്ദ്രം നേരിട്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഭരണം നടത്തുന്നത്. അപ്പം ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനിലെ പ്രധാനപ്പെട്ട 2 യൂണിയൻ ടെറിട്ടറീസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ദമാൻ ആൻഡ് ദിയുവും അതുപോലെ ദാദ്ര നാഗർ ഹവേലിയും കൂടിയാണ്. ഓക്കെ. മാർഷ്ലാൻഡ്സ് ഏതൊക്കെയാണ്? റാൺ ഓഫ് കച്ച് ഉണ്ട്. കോസ്റ്റൽ ഏരിയാസ് ഏതൊക്കെയാണ്? കച്ച്, സൗരാഷ്ട്ര റീജിയൻ. യൂണിയൻ ടെറിട്ടറീസ് ദമാൻ ആൻഡ് ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി. ഇനി it is formed as a result of alluvial deposition by rivers like Mahi and Sabarmati. ഈ ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്ന തീരപ്രദേശം, ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലെയിൻ നമ്മൾ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങനെയാണ് ഈ പ്ലെയിൻസ് ഉണ്ടാകുന്നത്? ഒരു ഡിപ്രഷനിലേക്ക് റിവേഴ്സ് കൊണ്ടുവന്നിട്ട് അവരുടെ സെഡിമെന്റ്സ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? പ്ലെയിൻ ഏരിയാസ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ആണ് ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനും. ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ ഉണ്ടാവാൻ കാരണം ഇറ്റ് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് അലൂവിയൽ ഡെപ്പോസിഷൻ ബൈ ഏതൊക്കെ നദികളുടെ ഡെപ്പോസിഷൻ ആണ്? മാഹി ആൻഡ് സബർമതി. മാഹി അതുപോലെ സബർമതിയുടെ അലൂവിയൽ ഡെപ്പോസിഷൻ കാരണമാണ് എന്ത് ഉണ്ടാവുന്നത്?
ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിന് ഉണ്ടായിട്ടുള്ളത്. അത് ഫോം ചെയ്യാൻ കാരണം ഈ രണ്ട് നദികളാണെന്ന് ഓർത്ത് വെക്കുക. എന്താ അലൂവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണ്ണാണ്, അല്ലെ ഒരു ടൈപ്പ് ഓഫ് സോയിൽ ആണ് അലൂവിയൽ സോയിൽ. നമുക്കറിയാം അലൂവിയൽ സോയിൽ എന്ന് പറഞ്ഞാൽ മെയിൻലി റിവേഴ്സിന്റെ ഒക്കെ സൈഡിൽ കാണപ്പെടുന്ന സോയിലാണ്, ഫെർട്ടൈൽ സോയിലാണ്, കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണാണ്. ഇനി മൂന്നാമത്തെ സവിശേഷത നോക്കുകയാണെങ്കിൽ അതിന്റെ ടൈപ്പ് ഓഫ് റീജിയൻസ്, ഫീച്ചേഴ്സ് ഓഫ് ദിസ് റീജിയൻ ഏതൊക്കെയാണ്? ഈ പ്രദേശത്തിന്റെ സവിശേഷതകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്മോൾ ടു ലാർജ് ഐലൻഡ്സ് ഉണ്ട്, അതുപോലെ പെനീസുലാസ്, സ്ട്രേറ്റ്സ്, മാർഷസ്, ടൈഡൽ ക്രീക്സ് ആൻഡ് ഹിൽസ് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദീസ് റീജിയൻ. ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാന സവിശേഷതകൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് വലിയ രീതിയിൽ ഐലൻഡ്സും പെനീസുലാസും സ്ട്രേറ്റ്സും മാർഷസും ടൈഡൽ ക്രീക്സും ഹിൽസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. along the coast known as a graveyard of ships. വൺ വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാം. ഗ്രേവിയാർഡ് ഓഫ് ഷിപ്സ് എന്നറിയപ്പെടുന്ന കോസ്റ്റൽ പ്ലെയിൻ ഏതാണ്? അപ്പം along the coast known as graveyard of ships ഏതാണ്? ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനെയാണ് നമ്മൾ ഗ്രേവിയാർഡ് ഓഫ് ഷിപ്സ് എന്നറിയപ്പെടുന്നത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് ഇപ്പൊ ഏതൊക്കെയാണ്? സൂറത്ത്, വഡോദര, ഇതൊക്കെ എവിടെയാണുള്ളത്? നമ്മുടെ ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ ആണ്. അതുപോലെ ഫിഷിംഗ് ഹാർബേഴ്സ് ആയിട്ടുള്ള വേരവാൽ, ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ദന്തി ബീച്ച്. ദന്തി ബീച്ചിന് എന്ത് ചരിത്രപരമായിട്ടുള്ള സവിശേഷതയാണ് ഉള്ളത്? നിങ്ങൾ പറഞ്ഞേ. ദന്തി ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാൾട്ട് സത്യാഗ്രഹം, അല്ലെ ഉപ്പ് സത്യാഗ്രഹം നടന്ന ബീച്ചാണ്. അപ്പൊ ഇങ്ങനത്തെ സവിശേഷതമായിട്ടുള്ള ദന്തി ബീച്ച് നമ്മുടെ ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ന്യൂമറസ് സാൾട്ട് ഫ്ലാറ്റ്സ് ആർ ഓൾ സിഗ്നിഫിക്കന്റ് ഓഫ് ഹ്യൂമൻ ലൈഫ് ഇൻ ദ കോസ്റ്റൽ പ്ലെയിൻസ് ഓഫ് ഗുജറാത്ത്. അപ്പം ഇത്രയും സവിശേഷതകളാണ് നമ്മൾ പഠിക്കുന്നത്. എന്തൊക്കെയാ നമ്മൾ ലാസ്റ്റ് പഠിച്ച? ഗ്രേവിയാർഡ് ഓഫ് ഷിപ്സ് എന്നറിയപ്പെടുന്ന, കപ്പലിന്റെ കേന്ദ്രം എന്നറിയപ്പെടുന്ന പ്ലേസ് ആണ് ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ, അല്ലേ? അവിടെ മെയിൻലി നമുക്ക് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസ് കാണാൻ പറ്റുന്നുണ്ട്. സെന്റേഴ്സ് ഓഫ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഏതൊക്കെയാണ്? കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ കേന്ദ്രങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സൂറത്ത്, വഡോദര, ഇത് രണ്ടും ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനിലാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെയുള്ള ഫിഷിംഗ് ഹാർബേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ വേരവാലാണ്. ഹിസ്റ്റോറിക്കലി സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ദന്തി ബീച്ച് ഇവിടെ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ന്യൂമറസ് സാൾട്ട് ഫ്ലാറ്റ്സും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനിന്റെ സവിശേഷതകൾ. ഓരോ പോയിന്റ്സും ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യുക. ഇതിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് സെപ്പറേറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതിൽ യൂണിയൻ ടെറിട്ടറി ഏതാ ചോദിക്കാം, അല്ലെങ്കിൽ ഏത് റിവേഴ്സ് കാരണമാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്, ഏതൊക്കെയാണ്? മാഹി, സബർമതി. ഈ റീജിയന്റെ ഫീച്ചേഴ്സ് ചോദിക്കാം. ഗ്രേവിയാർഡ് ഓഫ് ഷിപ്സ്, എന്തുകൊണ്ടാണ് ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിന് ഗ്രേവിയാർഡ് ഓഫ് ഷിപ്സ് എന്ന് പേര് അറിയപ്പെടാൻ കാരണം, അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കാൻ നോക്കുക കേട്ടോ. ഇനി രണ്ടാമത്തെ നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ നമ്മൾ മൂന്നാക്കി ഡിവൈഡ് ചെയ്തു അല്ലെ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇപ്പോൾ നമ്മൾ ക്ലിയർ ചെയ്തത്. രണ്ടാമത്തേതാണ് കൊങ്കൺ കോസ്റ്റ്. കൊങ്കൺ കോസ്റ്റ്. ഇപ്പൊ കൊങ്കൺ കോസ്റ്റ് എവിടെ മുതൽ എവിടെ വരെയാണ്? ഇറ്റ് സ്ട്രെച്ചസ് ഫ്രം ദമാൻ ടു ഗോവ. ദമാൻ മുതൽ ഗോവ വരെയുള്ള നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനെയാണ് നമ്മൾ കൊങ്കൺ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇറ്റ് സ്ട്രെച്ചസ് ഫ്രം ദമാൻ ടു ഗോവ. Located at the south of Gujarat coastal plain is the Konkan coast. നമ്മുടെ ഏത് ഭാഗത്തായിട്ടാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? നമുക്കറിയാം ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിന്റെ തൊട്ട് താഴെയായിട്ട്, തൊട്ട് തെക്ക് ഭാഗത്തായിട്ട് അല്ലെ. ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദി സൗത്ത് ഓഫ് ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ ഇസ് ദ കൊങ്കൺ കോസ്റ്റ്. ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിനിന്റെ സൗത്ത് ഭാഗത്തായിട്ട് കാണാൻ പറ്റുന്ന കോസ്റ്റൽ പ്ലെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് കൊങ്കൺ കോസ്റ്റ് ആണ്. ഇതിന്റെ ലെങ്ത് വരുന്നത് 500 കിലോമീറ്റേഴ്സ് ആണ്. എത്രയാണ്? 500 kilometers ആണ് കൊങ്കൺ കോസ്റ്റിന്റെ ലെങ്ത് വരുന്നത്. The coastal plain here is narrower in width as the western Ghats ran parallel to this coast. നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ ഈ മൂന്നെണ്ണത്തിൽ നിന്നും അത്യാവശ്യം നാരോ ആയിട്ടുള്ള, വളരെ തിന്നസ്റ്റ് ആയിട്ടുള്ള പ്ലെയിൻ ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കൊങ്കൺ കോസ്റ്റ് ആണ്. കാരണം ഇതിന്റെ പാരലൽ ആയിട്ട്, കൊങ്കൺ കോസ്റ്റിന് പാരലൽ ആയിട്ട് എന്ത് വരുന്നുണ്ട്? വെസ്റ്റേൺ ഗട്ട്സ് പാരലൽ ആയിട്ട് ക്രോസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ദിസ് കോസ്റ്റൽ പ്ലെയിൻ ഈസ് നാരോവർ, വളരെ തിന്നായിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞ വിഡ്ത്തോട് കൂടിയിട്ടുള്ള തീരപ്രദേശമാണ് കൊങ്കൺ കോസ്റ്റ്. ഇതിന് മെയിൻ കാരണം എന്താണ്? കൊങ്കൺ കോസ്റ്റിന് പാരലൽ ആയിട്ട് എന്ത് വരുന്നുണ്ട്? വെസ്റ്റേൺ ഗട്ട്സ് വരുന്നുണ്ട്. The northern part of Konkan coast is sandy and the southern part is rocky. കൊങ്കൺ കോസ്റ്റിന്റെ നോർത്തേൺ പാർട്ട്
ഉത്തരഭാഗം അല്ലേ, നോർത്ത് പാർട്ട് മണലുള്ള രീതിയിലാണ്, സാൻഡി ആണ്. ബട്ട് ദ സദേൺ പാർട്ട് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ്, വലിയ വലിയ പാറകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ദി കോസ്റ്റൽ ലാൻഡ് ഫോംസ് ലൈക്ക് ക്ലിഫ്സ്, ഐലൻഡ്സ്, ബീച്ചസ് ആർ ഫൗണ്ട് ഹിയർ. നമുക്ക് ഈ കൊങ്കൺ കോസ്റ്റിൽ എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട്? ക്ലിഫ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നല്ല നമ്മുടെ അത്യാവശ്യം ഹൈറ്റ് ഉള്ള പ്രദേശത്ത് ഒരു വലിയ റോക്സ് ഒക്കെ, വലിയൊരു ഹൈറ്റ് ഉള്ള പ്രദേശത്തിന് തൊട്ട് താഴെയായിട്ട് ബീച്ചൊക്കെ കാണാൻ പറ്റുന്ന പ്ലേസിനെയാണ് നമ്മൾ ക്ലിഫ് എന്ന് വിളിക്കുന്നത്. ഐലൻഡ്സ് നമുക്കറിയാം ദ്വീപുകളാണ്. പിന്നെ ബീച്ചസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ടൈപ്സ് ഓഫ് ലാൻഡ് ഫോംസ് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നുണ്ട്? കൊങ്കൺ കോസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ കൊങ്കൺ കോസ്റ്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് സ്ട്രെച്ച് ഫ്രം, എവിടെ മുതൽ എവിടെയാണ് സ്ട്രെച്ച് ചെയ്യുന്നത്? ദമാൻ മുതൽ ഗോവ വരെയാണ്. ഗുജറാത്ത് കോസ്റ്റൽ പ്ലെയിൻ തൊട്ട് സൗത്ത് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന കോസ്റ്റൽ പ്ലെയിൻ ആണ് കൊങ്കൺ കോസ്റ്റ്. ഇതിന്റെ ലെങ്ത് എത്രയാണ്? 500 കിലോമീറ്റർ ആണ്. ദ കോസ്റ്റൽ പ്ലെയിൻ ഹിയർ ഈസ് നാരോവർ, വളരെ നാരോ ആണ്, കാരണം വെസ്റ്റേൺ ഗട്ട്സ് പാസ് ചെയ്യുന്നത് കൊണ്ടാണ്. കൊങ്കൺ കോസ്റ്റിന്റെ നോർത്തേൺ പാർട്ട് സാൻഡിയും സദേൺ പാർട്ട് റോക്കിയാണ്. കോസ്റ്റൽ ലാൻഡ് ഫോംസ് ആയിട്ടുള്ള എന്തൊക്കെ ടൈപ്പ് ഓഫ് ലാൻഡ് ഫോംസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്? ക്ലിഫ്സ്, ഐലൻഡ്സ്, ബീച്ചസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഗോവ, വൺ ഓഫ് ദ മേജർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇൻ ഇന്ത്യ, ഹാസ് മെനി ബീച്ചസ്. നമുക്കറിയാം ദമാൻ മുതൽ ഗോവ വരെയുള്ള പാർട്ടാണ് കൊങ്കൺ കോസ്റ്റ്. അപ്പൊ ഗോവ എവിടെയാണുള്ളത്? ഗോവ കൊങ്കൺ കോസ്റ്റിൽ പെടുന്ന ഭാഗമാണ്. ഗോവയുടെ പ്രത്യേകത നമുക്കറിയാം, നല്ല മിക്ക ആളുകളും ടൂറൊക്കെ പോകുന്ന ഏരിയാസ് ആണ്. എന്താണ് അവിടെ ഏറ്റവും പ്രത്യേകത എന്താണ്? ഗോവയില് കൂടുതൽ ബീച്ചസ് ഉണ്ട്, നല്ല കുറെ അധികം ബീച്ചസ് നമുക്ക് അവിടെ ഉണ്ട്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഗോവ വരുന്നുണ്ട്. അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് ആണ്, വിത്ത് അബൻഡന്റ് റെയിൻഫാൾസ്. അത്യാവശ്യം ഹ്യൂമിഡ് ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ്. അതിന്റെ കൂടെ തന്നെ നല്ല രീതിയിൽ റെയിൻഫാൾ കിട്ടുന്ന ഏരിയ കൂടിയാണ് നമ്മുടെ കൊങ്കൺ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റ് അതുപോലെ പറയുകയാണെങ്കിൽ ഹ്യൂമിഡ് ക്ലൈമറ്റ് വിത്ത് അബൻഡന്റ് റെയിൻഫാൾ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അവിടെ എന്തുണ്ട്? ബയോഡൈവേഴ്സിറ്റി, റിച്ച് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു പ്ലേസ് ആണ്. നാച്ചുറൽ ഹാർബേഴ്സ് സച്ച് ആസ് നവശേവ, മർമഗോവ, ഫിഷിംഗ് ഹാർബേഴ്സ് ഓഫ് മാൽപേ, ഷിപ്പ്യാർഡ്സ്, ടൂറിസം സെന്റേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെന്റേഴ്സ് മേക്സ് ദ കൊങ്കൺ കോസ്റ്റ് എ വൈബ്രന്റ് ഏരിയ ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ്. ഈ ഭാഗങ്ങളിൽ നമുക്ക് നാച്ചുറൽ ഹാർബേഴ്സ് ഉണ്ട്. നാച്ചുറൽ ഹാർബേഴ്സ് ഏതൊക്കെയാണ്? നവശേവ ആൻഡ് മർമഗോവ. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. നാച്ചുറൽ ഹാർബേഴ്സ് ആയിട്ടുള്ള നവശേവ അല്ലെങ്കിൽ മർമഗോവ ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഫിഷിംഗ് ഹാർബർ, കൊങ്കൺ കോസ്റ്റിലെ ഫിഷിംഗ് ഹാർബർ ഏതാണ്? മാൽപേ ആണ്. ഓക്കെ, മാൽപേ. അതുപോലെ ഷിപ്പ് യാർഡ്സ്, ടൂറിസം സെന്റേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ സെന്റേഴ്സ് ഒക്കെ നമുക്ക് കൂടുതലായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. കൊങ്കൺ കോസ്റ്റിൽ മെയിൻലി തീരപ്രദേശത്തുള്ള ആളുകളുടെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്നെങ്കിൽ ടൂറിസം ആയിരിക്കും, അല്ലെങ്കിൽ ഫിഷിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റ് ഹാർബേഴ്സ് അല്ലെ, നാച്ചുറൽ ഹാർബേഴ്സ് ആയിരിക്കും, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആയിരിക്കും. ഇതൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റുന്നുണ്ട്? കൊങ്കൺ കോസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൊങ്കൺ കോസ്റ്റിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഓരോ കൃത്യമായിട്ട് പോയിന്റ് വൈസ് നോട്ട് ചെയ്ത് പഠിക്കാം. ലാസ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നാച്ചുറൽ ഹാർബേഴ്സ്, നിങ്ങളോട് ചോദിക്കാം കൊങ്കൺ കോസ്റ്റിന്റെ എക്കണോമിക് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ അതിലുണ്ടാവണം. Regions are included in the Gujarat coastal region. Name the two centers of cotton textile industry found in the Gujarat coastal plain. Which state along the Konkan coast is a major tourist destination? ഇതിനൊക്കെ ഉത്തരങ്ങൾ നിങ്ങൾ എന്താക്കുക? നോട്ട് ചെയ്ത് എഴുതി വെക്കുക. ആദ്യത്തെ ചോദ്യം നോക്കിക്കേ, ഏത് റീജിയൻ, വിച്ച് റീജിയൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഗുജറാത്ത് കോസ്റ്റൽ റീജിയൻ? ഗുജറാത്ത് കോസ്റ്റൽ റീജിയനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഏതൊക്കെയാണ്? ഇതൊക്കെ നമ്മൾ മുകളിൽ പഠിച്ച കാര്യങ്ങളാണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്തിട്ട് ഒന്ന് ഇതിന്റെ ഉത്തരങ്ങളൊക്കെ കണ്ടെത്തി എഴുതാൻ നോക്കുക. ഓക്കെ, നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലെ അവസാന കോസ്റ്റൽ റീജിയൻ ആണ് മലബാർ കോസ്റ്റ്. നമുക്കറിയാം വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിൽ മൂന്നാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഗുജറാത്ത് കോസ്റ്റ്, കൊങ്കൺ കോസ്റ്റ്, മലബാർ കോസ്റ്റ്. അപ്പോൾ ഏറ്റവും അവസാനത്തെ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിനിലെ ഏറ്റവും അവസാനത്തെ കോസ്റ്റ് ആണ് മലബാർ കോസ്റ്റ്. ഏറ്റവും സദേൺ ഭാഗത്തായിട്ടുള്ള കോസ്റ്റ് ആണ്. അപ്പോൾ ഇത് എവിടെ മുതൽ എവിടെ വരെയാണ് ഇത് സ്ട്രെച്ച് ചെയ്യുന്നത്?
It is stretching from Mangalore to Kanyakumari. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെയുള്ള പ്രദേശമാണ് മലബാർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൊങ്കൺ കോസ്റ്റിനേക്കാൾ അത്യാവശ്യം എന്തുണ്ട്, വൈഡർ ആണ്. ഇവിടെയും വെസ്റ്റേൺ ഗട്ട്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കൊങ്കൺ കോസ്റ്റിനേക്കാൾ അത്യാവശ്യം വൈഡർ ആണ്. ഇവിടെയും നമുക്ക് പല രീതിയിലുള്ള ലാൻഡ് ഫോംസ് കാണാൻ പറ്റുന്നുണ്ട്. കോസ്റ്റൽ ലാൻഡ് ഫോംസ് കാണാൻ പറ്റുന്നുണ്ട്. ക്ലിഫ്സ്, സീ സ്റ്റാക്സ്, ബീച്ചസ്, ഇസ്റ്റാറീസ്, സാൻഡ് ബാസ്, ഇങ്ങനത്തെ പലതരത്തിലുള്ള കോസ്റ്റൽ ലാൻഡ് ഫോംസ് നമുക്ക് മലബാർ കോസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. ക്ലിഫ്, സീ സ്റ്റാക്സ് ഒക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് തന്നെ ഇതിനെപ്പറ്റി പഠിക്കാനുണ്ട്. അപ്പോൾ അതിന് നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. Another feature of this coast is a കായൽ or backwater. For example, വേമ്പനാട് ലേക്ക്. പിന്നെ മലബാർ കോസ്റ്റിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കായലുകൾ അല്ലെങ്കിൽ ബാക്ക് വാട്ടേഴ്സ് കൂടുതൽ കാണാൻ പറ്റുന്ന പ്രദേശമാണ്. ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അല്ലെങ്കിൽ തെക്ക് ഭാഗത്ത് ഏറ്റവും വലിയ കായൽ ഏതാണെന്ന് ചോദിച്ചത് വേമ്പനാട് കായലാണ്. അപ്പൊ ഈ വേമ്പനാട് കായൽ അല്ലെങ്കിൽ വേമ്പനാട് ലേക്ക് സിറ്റുവേറ്റ് ചെയ്യുന്നത് മലബാർ കോസ്റ്റിലാണ്. ഓക്കെ, ഇതുപോലെ ഈ ബാക്ക് വാട്ടേഴ്സിനെയും ലേക്സിനെയൊക്കെ ലിങ്ക് ചെയ്തിട്ട്, കനാൽസിനെയൊക്കെ ലിങ്ക് ചെയ്തിട്ട് വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്. അപ്പോൾ നാഷണൽ വാട്ടർവേസ് ഓഫ് 3, ഇന്ത്യയിലെ നാഷണൽ വാട്ടർവേ 3 സിറ്റുവേറ്റ് ചെയ്യുന്നത് മലബാർ കോസ്റ്റിലാണ്. എവിടെ മുതൽ എവിടെ വരെയാണ് ഈ വാട്ടർവേ ഉള്ളത്? കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ്. അപ്പൊ NW3 വരുന്നത്, NW3 എവിടെ മുതൽ എവിടെ വരെയാണ്? കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയാണ്. ഇത് നമ്മുടെ മലബാർ കോസ്റ്റൽ റീജിയനിലാണ് ഉള്ളത്. ഓക്കെ, in areas like വർക്കല, ഏഴിമല, ബേക്കൽ, the coast is found elevated. നമുക്ക് ഈ ഭാഗത്തൊക്കെ ചില തീരപ്രദേശങ്ങൾ, വർക്കലയിലായിക്കോട്ടെ, ഏഴിമല, ബേക്കൽ, ഈ ഭാഗത്തൊക്കെ കോസ്റ്റ് അത്യാവശ്യം എന്തുണ്ട്, ഹൈറ്റ് ഉള്ള പ്രദേശമാണ്. തീരപ്രദേശം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഹൈറ്റ് ഉള്ള, ഉയരം കൂടിയ പ്രദേശമാണ്. അതാണ് എലിവേറ്റഡ് എന്ന് പറഞ്ഞാൽ, ഉയരം കൂടിയ പ്രദേശമാണ് കാണാൻ പറ്റുന്നത്. ബീച്ചസ് സച്ച് ആസ് മുഴുപ്പിലങ്ങാട്, ചാവക്കാട് ആൻഡ് കോവളം അട്രാക്ട് എ ലാർജ് നമ്പർ ഓഫ് ടൂറിസ്റ്റ്. അതുപോലെ കുറേ അധികം ടൂറിസ്റ്റിന് ആകർഷിക്കുന്ന ബീച്ചസ് ആയിട്ടുള്ള മുഴുപ്പിലങ്ങാട്, ചാവക്കാട്, കോവളം ഒക്കെ നമുക്ക് ഈ മലബാർ കോസ്റ്റൽ റീജിയനിലാണ് കാണാൻ പറ്റുന്നത്. Generally based coastal wetlands and backwaters are breeding grounds for migratory birds. ഇവിടെ നമുക്ക് മൈഗ്രേറ്ററി ബേർഡ്സ് അല്ലെങ്കിൽ ദേശാടന കിളികളെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന്റെ മെയിൻ കാരണം എന്താണ്? ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള വെറ്റ്ലാൻഡ്സ്, തണ്ണീർത്തടങ്ങളും കായലുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മൈഗ്രേറ്ററി ബേർഡ്സ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെയുള്ള മൈഗ്രേറ്ററി ബേർഡ് സാങ്ച്വറീസ് ആയിട്ടുള്ള കടലുണ്ടി, കുമരകം, പാതിരാമണലൊക്കെ പ്രധാനപ്പെട്ട ബേർഡ് സാങ്ച്വറീസ് ആണ്. ഇതൊക്കെ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്? മലബാർ കോസ്റ്റിലാണ്. ഓക്കെ, ഇനി റൈസ് ഫീൽഡ്സും നമുക്ക് മലബാർ കോസ്റ്റിൽ കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെയാണ് റൈസ് ഫീൽഡ്സ്? എന്താ റൈസ് ഫീൽഡ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ നെല്ല് പാടങ്ങൾ അല്ലെ, നഞ്ചിനാട്, കുട്ടനാട്, കോലലാൻഡ് ഒക്കെ പോലത്തെ പാടങ്ങളും ഫിഷിംഗ് ഹാർബേഴ്സ് ആയിട്ടുള്ള നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂര്, ഇതൊക്കെ പ്രധാനപ്പെട്ട എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. സെന്റേഴ്സ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് നമുക്ക് മലബാർ കോസ്റ്റിൽ കാണാൻ പറ്റുന്നത്. അപ്പൊ റൈസ് ഫീൽഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നഞ്ചിനാട് ഉണ്ട്, കുട്ടനാട് ഉണ്ട്, കോലലാൻഡ്സ് ഉണ്ട്. അതുപോലെ ഫിഷിംഗ് ഹാർബേഴ്സ് ആയിട്ടുള്ള നീണ്ടകര, മുനമ്പം, പൊന്നാനി, ബേപ്പൂരൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന മേജർ സെന്റേഴ്സ് ആണ്, ഫിഷിംഗ് ഹാർബേഴ്സ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇവരുടെ പ്രധാന എക്കണോമിക് ആക്ടിവിറ്റി. അപ്പൊ മലബാർ കോസ്റ്റിന് ഏറ്റവും പ്രധാന എക്കണോമിക് ആക്ടിവിറ്റി ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ടൂറിസം ഉണ്ട് അല്ലെ, അതുപോലെ എന്താണ് ബയോഡൈവേഴ്സിറ്റി ഉള്ളതുകൊണ്ട് തന്നെ, ബേർഡ് സാങ്ച്വറീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ടൂറിസം നടക്കുന്നുണ്ട്. റൈസ് ഫീൽഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫിഷിംഗ് ഹാർബേഴ്സും ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് എഴുതിയിട്ട് കൊണ്ടുവരാം. ഇതിന്റെ ഉത്തരങ്ങളൊക്കെ ഒന്ന് കണ്ടെത്തിയിട്ട് കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ താങ്ക് യു ഫ്രം എക്സലന്റ് യൂട്യൂബ് ചാനൽ.